ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു കുഞ്ഞ് ടെററിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പ്രിംഗ് ഡേയ്സിനെ ഇട്ടിട്ടില്ല. കാര്യം ആ സമയത്ത് എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഡേയ്സ് കൾച്ചറായി വന്നിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 ഫിറ്റോണിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതാ ഈ കിടക്കുന്ന ഈ ഒരു ഇല കണ്ടോ, ഇത് അഴുകി കിടക്കുകയാണ് ഈ ഇല കണ്ടോ. ഓക്കെ, ഇതുപോലുള്ള ഇലകളും അതുപോലെ ഇതിനകത്ത് നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്നുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് വുഡ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഇല എടുത്ത് കളയുകയാണ്. ഓക്കെ, ഇതാ ഈ ഡ്രിഫ്റ്റ് വുഡ് വെച്ചിരിക്കുന്നതിൽ ഇത് കണ്ടോ നിങ്ങൾ, പൂപ്പൽ പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ പൂപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടികളെ ആ ഫംഗസ് ബാധിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പൂപ്പൽ പിടിച്ച സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, ഈ സ്പ്രിംഗ് ഡേയ്സിനെ ഇറക്കി വിടും. അപ്പോൾ ഇവന്മാരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ പൂപ്പൽ മൊത്തം തിന്നു തീർക്കും. ഇതാണ് ഇവരുടെ ഫുഡ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിംഗ് ഡേയ്സിനെ ഇടുന്നത്. ഇത് നമ്മുടെ പ്ലാന്റ്സിന് ഒരു ദോഷം ഉണ്ടാക്കാത്ത പാവം ജീവികളാണ് ഇവർ. അത്യാവശ്യം ഇതിൽ കുറച്ചുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ കുടയണം. കണ്ടോ, വീണു. തീരെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ, ബാക്കിയുള്ളവന്മാർ വീണിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണവും കൂടി എടുത്തിട്ട് ഒന്ന് കുടയണം. ഇതിലുണ്ട്. അപ്പം ഇതിനകത്തെ ആ മരയും കൂടി ഇടാം. കുറച്ചും കൂടി ഇട്ടാൽ നല്ലതാണ്. ഇവന്മാരെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കണം. ഇനി ഇവന്മാർ ഈ തടിയിൽ, ഇവന്മാർക്ക് ഇതിനകത്ത് അരിമണി ഇല്ലാത്തത് കൊണ്ട് ഈ തടിയിൽ വന്നിരിക്കുന്ന പൂപ്പലെല്ലാം ഇവന്മാർ കഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ടെറേറിയം നല്ല നീറ്റാക്കി വെക്കും.